ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഒക്ടോബർ 4 നടക്കുന്ന നോൺ വൊക്കേഷണൽ ടീച്ചർ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് കേരള PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ സിലബസിലെ വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനായിട്ടുള്ള മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിൻ്റെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ MCQ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴേ നമ്മൾ ആപ്പിൽ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ സിലബസ് പ്രകാരമുള്ള കോഴ്സ് അവൈലബിൾ ആണ്. 250+ വീഡിയോ ക്ലാസ്സസ്, MCQ ടെസ്റ്റുകൾ, PDF സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് LLC അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഇസ് ദ ടേം ഇൻസെൻറ്റീവ് മീൻസ്? ഓപ്ഷൻസ്: എ, ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് എ ട്രേഡ് ഓഫ്. ഓപ്ഷൻ ബി, ഇറ്റ് കുഡ് ബി എ റിവാർഡ് ബട്ട് കുഡ് നോട്ട് ബി എ പെനാൾട്ടി. ഓപ്ഷൻ സി, ഇറ്റ് കുഡ് ഐദർ ബി എ റിവാർഡ് ഓർ എ പെനാൾട്ടി. ഓപ്ഷൻ ഡി, ഇറ്റ് കുഡ് ബി എ പെനാൾട്ടി ബട്ട് കുഡ് നോട്ട് ബി എ റിവാർഡ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ടേമിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് കുഡ് ഐദർ ബി എ റിവാർഡ് ഓർ എ പെനാൾട്ടി. അപ്പോൾ റിവാർഡ് ഓർ പെനാൾട്ടി ആണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഇതാണ്: ഇറ്റ് കുഡ് ഐദർ ബി എ റിവാർഡ് ഓർ എ പെനാൾട്ടി. അപ്പോൾ ഓർക്കുക, ദ ടേം ഇൻസെൻറ്റീവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബോണസ് ഓർ പെനാൾട്ടി പേ ടു ദ പേഴ്സൺ ടു സ്റ്റിമുലേറ്റ് ദ ഗ്രേറ്റർ ഔട്ട്പുട്ട്. അപ്പോൾ ഗ്രേറ്റർ ഔട്ട്പുട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പേഴ്സണിന് പേ ചെയ്യുന്ന ബോണസ് അല്ലെങ്കിൽ പെനാൾട്ടീനെയാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഇറ്റ് കുഡ് ഐദർ ബി എ റിവാർഡ് ഓർ എ പെനാൾട്ടി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: the most fundamental economic problem is. Options: A, security. Option B, European countries buy more goods from foreigners than supply to foreigners. Option C, health. Option D, scarcity. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മോസ്റ്റ് ഫണ്ടമെൻ്റൽ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് സ്കേർസിറ്റി ആണ്. അപ്പോൾ സ്കേർസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ economic problem. It means എന്താണ്? The demand for the resources is greater than the supply of that resource as resources are limited. അപ്പോൾ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആ റിസോഴ്സിനുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. അതിൻ്റെ സപ്ലൈനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഡിമാൻഡുള്ള റിസോഴ്സുകളാണ് നമുക്കുള്ളത് പറയുന്നതാണ് സ്കേർസിറ്റി. സ്കേർസിറ്റി ആണ് ഇക്കണോമിക് പ്രോബ്ലത്തിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. The next question: the study of determining the price in individual market is called. Options: A, negative economics. Option B, microeconomics. Option C, positive economics. Option D, macroeconomics. അപ്പോൾ study of determining the prices in an individual market is called. ആൻസർ കറക്റ്റ് എന്താണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണെന്ന് പറയുന്നത് റെഫർ ടു ആസ് ദ സ്റ്റഡി ഓഫ് ഡിറ്റർമൈനിങ് പ്രൈസസ് ഇൻ ഇൻഡിവിജ്വൽ മാർക്കറ്റ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ മാർക്കറ്റിലെ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, അതിന് സ്റ്റഡി ഓഫ് ഡിറ്റർമൈൻ ദ പ്രൈസ് ഇൻ ഇൻഡിവിജ്വൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? മൈക്രോ ഇക്കണോമിക്സ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ്. ഓപ്ഷൻസ്: എ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഗുഡ്സ് ടു ദോസ് ഇൻ നീഡ്. ഓപ്ഷൻ ബി, അഫ്ലുവൻസ് ഇൻ എ morally bankrupt world. Option C, way to reduce want to eliminate the problem of scarcity. Option D, the choices we make because of scarcity. അപ്പം ഇക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ്. എന്തിൻ്റെ സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദ ചോയ്സസ് വി മേക്ക് ബിക്കോസ് ഓഫ് സ്കാർസിറ്റി. നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലം സ്കാർസിറ്റി ആണ്. അപ്പോൾ സ്കാർസിറ്റി കാരണം നമ്മൾ എടുക്കുന്ന ചോയ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ്? ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ ചോയ്സ് വി മേക്ക് ബിക്കോസ് ഓഫ് സ്കാർസിറ്റി. അപ്പം എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് സ്കാർസിറ്റി. സ്കാർസിറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് റിസോഴ്സസ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഗ്രോത്ത് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ
അപ്പം എക്കണോമിക്സിൻ്റെ മെയിൻ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് സ്കാർസിറ്റിയാണ്. അപ്പോൾ സ്കാർസിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ്. ആൻഡ് ആ ഒരു സ്കാർസിറ്റി വരുന്ന സമയത്ത് അതിൻ്റെ ഇംപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും, റിസോഴ്സിൻ്റെ യൂസേജിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണം, ഗ്രോത്ത് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാക്രോ ഇക്കണോമിക് പ്രോബ്ലം? ഓപ്ഷൻസ്, what do plumbers earn more than janitors? Option B, the reasons for the increase in average prices. Option C, whether the army should buy more tanks or more missiles. Option D, the reasons for the increase in the price of orange juice. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, the reasons for the increase in average price. ഒരു മാർക്കറ്റിൽ മൊത്തമായിട്ടുള്ള പ്രൈസിൻ്റെ ആവറേജ് പ്രൈസ് ഇൻക്രീസ് ചെയ്തതിൻ്റെ റീസൺ, അതാണ് മാക്രോ ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം മാക്രോ ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, അഗ്രിഗേറ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെയാണ്, എക്കണോമി അഗ്രിഗേറ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെയാണ് മാക്രോ ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദ റൈസ് ഇൻ ആവറേജ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് എ മാക്രോ ഇക്കണോമിക് പ്രോബ്ലം. അതുകൊണ്ട് എന്താണ്, ആവറേജ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറയുന്നതാണ്, അതൊരു മാക്രോ ഇക്കണോമിക് പ്രോബ്ലം ആണ്. ഇതിനടുത്തത് ക്വസ്റ്റ്യൻ 6 ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മൈക്രോ എക്കണോമിക് പ്രോബ്ലം? അപ്പോൾ താഴെ പറയുന്നവർ മൈക്രോ എക്കണോമിക് പ്രോബ്ലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ, ദ റീസൺസ് വൈ ആവറേജ് പ്രൈസസ് ആർ ഫോളിംഗ്. ഓപ്ഷൻ ബി, റീസൺസ് കാത്തി ഇസ് ബൈയിങ് ലെസ് ഓറഞ്ച് ജ്യൂസ്. ഓപ്ഷൻ സി, ദ റീസൺ വൈ ഓവറോൾ എംപ്ലോയ്മെൻറ്റ് മേ ഫോൾ. ഓപ്ഷൻ ഡി, ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ബജറ്റ് ഡെഫിസിറ്റ് ഓൺ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൈക്രോ ഇക്കണോമിക് പ്രോബ്ലം ആണ്. ഇവിടെ മൈക്രോ ഇക്കണോമിക് പ്രോബ്ലം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ റീസൺസ് കാത്തി ഈസ് ബൈയിങ് ലെസ് ഓറഞ്ച് ജ്യൂസ്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കസ്റ്റമർ എന്തുകൊണ്ട് ലെസ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കുന്നു, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക് പ്രോബ്ലം ആണ്. ബാക്കിയെല്ലാം വരുന്നത് എന്താണ്, മാക്രോ ഇക്കണോമിക് പ്രോബ്ലം ആണ്. അപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ മാക്രോ ഇക്കണോമിക് പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വരുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ, സി, ഡി ഇതൊക്കെ എന്താണ്, മാക്രോ ഇക്കണോമിക് പ്രോബ്ലം അല്ല, മൈക്രോ ഇക്കണോമിക് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ മാക്രോ ഇക്കണോമിക് പ്രോബ്ലം ഇവിടെ എന്ത് മാത്രമാണ്, ഇൻക്രീസ് ഇൻ ആവറേജ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റീസണിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മൈക്രോ എക്കണോമിക് പ്രോബ്ലം ആണ്. അപ്പോൾ മൈക്രോ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റഡീസിനെയാണ് മൈക്രോ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുക. അപ്പോൾ ഒരു കാത്തി എന്ന് പറയുന്ന കസ്റ്റമർ ലെസ് ഓറഞ്ച് വാങ്ങിക്കുന്നു, ബാക്കി അത് മാത്രം എന്താണ്, മൈക്രോ എക്കണോമിക് പ്രോബ്ലം ആണ്. ബാക്കി വരുന്നതൊക്കെ എന്താണ്, മാക്രോ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. അപ്പം ഓർക്കുക, മൈക്രോ എക്കണോമിക് പ്രോബ്ലം റെഫർ ടു വൈ കാത്തി ഈസ് ബൈയിങ് ലെസ് ഓറഞ്ച് ജ്യൂസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, മൈക്രോ എക്കണോമിക്സ് ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, താഴെ പറയുന്നവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് ചെയ്ത ഒരു പോയിന്റ് മാത്രമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത് ആ ഒരു പോയിന്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം, ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ദ മണി സപ്ലൈ ഓൺ ഇൻഫ്ലേഷൻ. ഓപ്ഷൻ ബി, ദ പർച്ചേസിംഗ് ഡിസിഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ. Option C, the effect of an increase in cigarette tax on cigarette sales. Option D, hiring decision a firm makes. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ദ മണി സപ്ലൈ ഓൺ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് മാക്രോ എക്കണോമിക് പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് സ്റ്റഡീസ് ആണ്. ബാക്കിയെല്ലാം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാ ഏതൊക്കെയാണ്, എക്സെപ്റ്റ് താഴെ പറയുന്നതിൽ മൈക്രോ എക്കണോമിക്സിലാണ് എല്ലാം വരുന്നത്, അതിലൊന്നും മാത്രം എന്താണ് മൈക്രോ എക്കണോമിക്സ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഓപ്ഷൻ എ ആണ്, ദ എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ദ മണി സപ്ലൈ ഓൺ ഇൻഫ്ലേഷൻ. അതുകൂടാതെയുള്ള പർച്ചേസിംഗ് ഡിസിഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ, അതുപോലെ തന്നെ ഇഫക്റ്റ് ഓഫ് എൻ ഇൻക്രീസ് ഇൻ സിഗരറ്റ് ടാക്സ് ഓൺ സിഗരറ്റ് സെയിൽസ്, ദ ഹയറിംഗ് ഡിസിഷൻ എ ഫേം മേക്സ്, ഇതൊക്കെ എന്താണ് മൈക്രോ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. ഇതിൽ മൈക്രോ എക്കണോമിക് അല്ലാത്ത എന്ത് മാത്രമാണ്, ഓപ്ഷൻ എ മാത്രമാണ്. അപ്പോൾ ഓർക്കുക, ഓൾ എക്സെപ്റ്റ് ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസിംഗ് ദ മണി സപ്ലൈ ഇൻഫ്ലേഷൻ ഈസ് മൈക്രോ എക്കണോമിക് പ്രോബ്ലം. The next question, which of the following given agencies has published expected loss based rating? Options A, RBI, option B, SEBI, option C, PFRDA, option D, IRDAI. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സെബി ആണ്. സെബി പബ്ലിഷ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റഡ് ലോസ് ബേസ്ഡ് റേറ്റിംഗ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ സെബിയുടെ പബ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ സെബി പബ്ലിഷ് ചെയ്യുന്ന റേറ്റിംഗ് ആണ് എക്സ്പെക്റ്റഡ് ലോസ് ബേസ്ഡ് റേറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓർക്കുക, സെബി ആണ്, സെബി പബ്ലിഷ്ഡ് എക്സ്പെക്റ്റഡ് ലോസ് ബേസ്ഡ് റേറ്റിംഗ്സ്. ദെൻ 10th question, macro economics is the branch of economics that deals with options A, the prices of individual goods, option B, important rather than trivial issues, option C, how
individual markets work. Option D, the economy as a whole. അപ്പോൾ ഇതിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന എക്കണോമിക്സിൻ്റെ ബ്രാഞ്ച് എന്താണ് ഡീൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എക്കണോമി ആസ് എ ഹോൾ. ഒരു എക്കണോമീനെ ഹോളായിട്ട് സ്റ്റഡി ചെയ്യുന്ന എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓർക്കുക, മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ എക്കണോമി ആസ് എ ഹോൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, മാക്രോ എക്കണോമിക്സ് ഇഷ്യൂ ഇൻക്ലൂഡ്സ്. മാക്രോ എക്കണോമിക്സിൽ വരുന്ന ഇഷ്യൂസ് താഴെ പറയുന്നവരിൽ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ദ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻ ഓൺ മാർക്കറ്റ്. ഓപ്ഷൻ ബി, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് നാഷൻ വൈഡ്. ഓപ്ഷൻ സി, studying what factors affect the price and quantity of automobiles. Option D, studying the regulation of wages and production costs in the software industry. Correct answer വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് നാഷൻ വൈഡ്. നാഷൻ വൈഡ് ആയിട്ട് എംപ്ലോയ്മെൻറ്റ് ടോട്ടലി പഠിക്കുന്നത് എന്താണ്, മാക്രോ എക്കണോമിക് ഇഷ്യൂസ് ആണ്. ബാക്കിയുള്ള എന്താണ്, മൈക്രോ എക്കണോമിക് ആണ്. അപ്പോൾ ഓർക്കാൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് നാഷണൽ വൈഡ് ആണ് മാക്രോ എക്കണോമിക്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെയ്നീഷ്യൻ എക്കണോമിക്സ് ഈസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ. ഓപ്ഷൻ എ, നാഷണൽ ഇൻകം. ഓപ്ഷൻ ബി, കമ്പനി ബാലൻസ്. ഓപ്ഷൻ സി, റിസോഴ്സ് അലോക്കേഷൻ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നാഷണൽ ഇൻകം ആണ്. അപ്പോൾ കെയ്നീഷ്യൻ എക്കണോമിക്സ് പ്രൈമർലി ഫോക്കസ് ചെയ്തത് എന്തിനാണ്, നാഷണൽ ഇൻകത്തിനെയാണ്. അപ്പോൾ നാഷണൽ ഇൻകം ഫോക്കസ് ചെയ്തിട്ടുള്ള എക്കണോമിക്സ് ആണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. The next question, which of the given options would be studied in a microeconomics course? Microeconomics കോഴ്സിൽ സ്റ്റഡി ചെയ്യുന്ന സ്റ്റഡി ചെയ്യുന്നത് താഴെ പറയുന്നവരിൽ ഏത് ഓപ്ഷൻ ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ, how an increase in the tax rate affect the overall performance. Option B, comparison of inflation rates between countries. Option C, how a trade agreement between the United States and Mexico affect both nations' unemployment rates. Option D, impact of rental roofs on the housing supply. Correct answer വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇമ്പാക്റ്റ് ഓഫ് റെൻ്റൽ റൂഫ്സ് ഓൺ ദി ഹൗസിംഗ് സപ്ലൈ. ഈ ഓപ്ഷനുകളിൽ മൈക്രോ എക്കണോമിക്സ് കോഴ്സിൽ സ്റ്റഡി ചെയ്യാൻ കഴിയുന്ന ഇഷ്യൂ ആണ് ഇമ്പാക്റ്റ് ഓഫ് റെൻ്റൽ റൂഫ്സ് ഓൺ ദി ഹൗസിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഇൻഫ്ലുവൻസ് ഓഫ് റെൻ്റൽ റൂഫ്സ് ഓൺ ദി ഹൗസിംഗ് സപ്ലൈ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം നാഷണൽ ഇൻകം റെഫേഴ്സ് ടു ദി ഓപ്ഷൻ എ, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, ടോട്ടൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഓപ്ഷൻ സി, ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ്. ഓപ്ഷൻ ഡി, ലോക്കൽ എംപ്ലോയ്മെൻറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ആണ്. അപ്പോൾ ദ ടേം നാഷണൽ ഇൻകം റെഫേഴ്സ് ടു ദ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഓഫ് നാഷണൽസ് ഓഫ് എ കൺട്രി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നാഷണൽ ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയ്മെൻറ്റിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഓഫ് നാഷണൽസ് ഓഫ് എ കൺട്രിയാണ് രാജ്യത്തെ. ആ രാജ്യത്തെ നാഷണൽസിൻ്റെ ടോട്ടൽ എംപ്ലോയ്മെൻ്റ് ആണ് ആ രാജ്യത്തിൻ്റെ ടോട്ടലായിട്ടുള്ള നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് RBC സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻസ് എ, റാൻഡം ബിസിനസ് സൈക്കിൾ. ഓപ്ഷൻ ബി, rational business cycle. Option C, revolutionary business cycle. Option D, real business cycle. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റിയൽ ബിസിനസ് സൈക്കിൾ ആണ്. RBC സ്റ്റാൻഡ് ഫോർ റിയൽ ബിസിനസ് സൈക്കിൾ. അപ്പോൾ RBC ഓർക്ക് ദ ടേം RBC in economics stand for real business cycle. Then 16th question, the general theory of employment, interest and money is a famous book written by which among the following? Options A, James Keynes. Option B, Robert Shallus. Option C, Vasily Leontief. Option D, Paul Krugman. കറക്റ്റ് ആൻസർ വരുന്നത് JM കെയ്ൻസ് ആണ്. JM കെയ്ൻസിൻ്റെ ബുക്കാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത്. ഓർക്കുക, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ്, മണി ഈസ് എ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ JM കെയ്ൻസ്. ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് JM കെയ്ൻസ്. JM കെയ്ൻസ് എഴുതിയ ബുക്കാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഓർഗനൈസേഷൻ വിച്ച് പബ്ലിഷസ് ദ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ്. അപ്പോൾ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ, സെബി. ഓപ്ഷൻ ബി, നബാർഡ്. ഓപ്ഷൻ സി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി, RBI.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി RBI ആണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടക്ട്സ് എ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ ആൻഡ് പബ്ലിഷസ് ആൻ ഇൻഡെക്സ് ഇൻ ദിസ് റിഗാർഡ്. അപ്പോൾ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ നടത്തുന്നത് RBI ആണ്. അതിൻ്റെ ബേസിൽ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നതും RBI ആണ്. ദെൻ വാട്ട് വുഡ് ബി ദ growth rate of India in the financial year 2021-22 as per SBI research. അപ്പോൾ SBI റിസർച്ച് പ്രകാരം 2021-22 ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ 5.4%, ഓപ്ഷൻ ബി 7.4%, ഓപ്ഷൻ സി 10.4%, ഓപ്ഷൻ ഡി 11.4%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 10.4% ആണ്. അപ്പോൾ SBI റിസർച്ച് ഇൻ 2021-22 ഇന്ത്യയുടെ ഗ്രോത്ത് GDP ഉണ്ടായ ഗ്രോത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10.4% ആണ്. Then question number 19. Which of the following given institutions found the Mobile Payment Forum of India? Options A IIT Bombay, option B IIT Delhi, option C IIT Chennai, ഓപ്ഷൻ ഡി IIM അഹമ്മദാബാദ്. അപ്പോൾ താഴെ പറയുന്ന വലിയ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മൊബൈൽ പേയ്മെൻറ്റ് ഫോറം ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി IIT ചെന്നൈ ആണ്. അപ്പോൾ IIT ചെന്നൈ ആണ് മൊബൈൽ പേയ്മെൻറ്റ് ഫോറം ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ മേജർ ഷെയർ ഇൻ ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്? ഓപ്ഷൻസ് എ ഗോൾഡ്, ഓപ്ഷൻ ബി ഫോറിൻ കറൻസി അസറ്റ്സ്, ഓപ്ഷൻ സി SDR അറ്റ് IMF, ഓപ്ഷൻ ഡി റിസർവ് പൊസിഷൻ അറ്റ് IMF. കറക്റ്റ് ആൻസർ വരുന്നത് ഫോറിൻ കറൻസി അസറ്റ്സ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ മേജർ ഷെയർ ഇൻ ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്? ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ മേജർ പോർഷൻ താഴെ പറയുന്നതിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓർക്കുക, ഫോറിൻ കറൻസി അസറ്റ്സ് ആണ്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ മേജർ ഷെയറും വരുന്നത് ഫോറിൻ കറൻസി അസറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു മൊഡ്യൂളും അതിൻ്റെ MCQs ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.